മനുഷ്യവർഗം സാങ്കേതിക രംഗത്ത് അതിവേഗ പുരോഗതിയുടെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. ബഹിരാകാശം വരെ നമ്മൾ കീഴ്പ്പെടുത്തി. എന്നാൽ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും അത്യാവശ്യം വേണ്ട ഭക്ഷണവും ജലവും കിട്ടുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യയും നിലവിലില്ല. ഉണ്ടെങ്കിൽ തന്നെ അവ വിതരണം ചെയ്യുന്നില്ല, ആരും ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. അത് എന്തുകൊണ്ടാണ്? തന്നെയുമല്ല, ഈ പുരോഗതി നമ്മൾ നേടിയത് ഈ ഭൂമിയിൽ കാലുകുത്തി നിന്നുകൊണ്ടാണ്. ഇവിടെ മനുഷ്യനെ ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ ഇവിടെ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അവയെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവയെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് നാം ഈ പുരോഗതിയിലേക്ക് കുതിക്കുന്നത്. എന്നാൽ മനുഷ്യനാണെങ്കിലാകട്ടെ അധ്വാനിക്കാതെ ജീവിക്കാനാവില്ല, അവൻ രോഗിയായി തീരും. എന്നാൽ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും അധ്വാനിക്കാനുള്ള അവസരവും ലഭിക്കുന്നില്ല. ഏറ്റവും പുതിയ അറിവനുസരിച്ച് നിർമ്മിത ബുദ്ധിയിലേക്ക് നമ്മൾ മാറുമ്പോൾ എല്ലാ കുത്തക കമ്പനികളും ബഹുഭൂരിപക്ഷം തൊഴിലാളികളെയും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ തൊഴിലാളികളെ പിരിച്ചുവിട്ടിട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ കമ്പോളത്തിൽ കെട്ടിക്കിടക്കുമ്പോൾ ആരാണിത് വാങ്ങിക്കൂട്ടുക? ഈ പ്രതിസന്ധിക്ക് ഒരു കാരണം നമ്മൾ തേടേണ്ടതില്ലേ? എന്നാൽ ഈ സാങ്കേതിക വിദ്യ ചിലർക്ക് വേണ്ടി മാത്രമാണോ അതോ മനുഷ്യന് മൊത്തം വേണ്ടിയാണോ എന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.